ഹലോ, ഒന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോഴാണ് ഉപ്പ് തീർന്നത്. പാത്രം കഴുകി വെച്ചിട്ടുണ്ടായത്, പിന്നെ അതിലേക്ക് നിറയ്ക്കുകയും ചെയ്ത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല, പണ്ടും ഇല്ല ഇപ്പോഴും അങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതിലൊരു 3-4 വർഷം മുന്നേ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. പിന്നെ എല്ലാ ബർത്ത്ഡേക്കും ഞാനൊരു പുതിയ ഡ്രസ്സ് ഇടും കേട്ടോ. അത് ഇനിയിപ്പോൾ എത്ര റേറ്റ് കുറഞ്ഞതായാലും നമ്മളധികം വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാവില്ല, അപ്പം ഡെയിലി യൂസിനുള്ള ഡ്രസ്സായിരിക്കും, അത് ഞാനൊരു പുതിയ തന്നെയാണ് ഇടല്ലേ. അത് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനെ എൻ്റെ കയ്യിൽ അങ്ങനെ വരാറുണ്ട്, പുതിയൊരു ഡ്രസ്സായിട്ട് തന്നെ. അപ്പം പക്ഷേ ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് പീരിയഡ്സ് ആയത്. പിന്നെ അതിൻ്റെ ഒരു സിവിയർ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സിവിയർ പെയിൻ ആണെങ്കിൽ, അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് കുറച്ച് പോയി കിടക്കാതെ, കാരണം റെസ്റ്റ് എടുത്ത് കിടന്നാലും ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് പോയി കിടന്നപ്പോഴാണ് കേട്ടോ എൻ്റെ മോള് വിളിക്കുന്നത്. പിന്നെ വിളിച്ചിട്ട് എന്നോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കയ്യിലൊരു കേക്കും ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കവറും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഷോക്കായി പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് മോള് വാങ്ങി. പിന്നെ ഡ്രസ്സ് ഇപ്പം ഞാൻ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ടോപ്പ് ഇടുന്നുണ്ട്, അതിൻ്റെ അനിയത്തിയും വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര എനിക്ക് എന്താ പറയുക, ഒരു കിളി പോയ അവസ്ഥയായി പോയിട്ടോ. കാരണം എനിക്കങ്ങനെ എന്താ പറയുക, സർപ്രൈസിങ് ഗിഫ്റ്റ് ഒന്നും തരാത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വിഷമങ്ങളും അതൊന്നും എന്നെ ഒരു ബാധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര എനിക്ക് എന്താ പറയുക, ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ. കിട്ടാത്തതിനോണ്ടാണോ എന്നറിയില്ല അതിൻ്റെ ഒരു വാല്യൂ അറിയാത്തത്, പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഷോക്കായിപ്പോയി എനിക്കങ്ങനെ കണ്ണെന്നൊന്നും വെള്ളമൊന്നും വരില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു കിളി പോയ ഒരവസ്ഥയിലായിപ്പോയി ഞാൻ. അപ്പോൾ എന്നെപ്പോലെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ അത് എന്താ പറയുക, കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, അപ്പോൾ അത് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചാൽ അതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആവണം ആവുന്നും ഇല്ല. അപ്പോൾ എന്തായാലും പക്ഷേ ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ബർത്ത്ഡേ കഴിഞ്ഞ് എത്ര സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയാലും പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിന്നെ ആള്. അപ്പോൾ ഞാൻ അറിയാതാണ് മോളോട് വിളിച്ച് പറഞ്ഞതും പോയി വാങ്ങി വന്നതും ഒക്കെ. അപ്പോൾ ഇതിപ്പം എന്താ പറയുക, ഏജ് ഒന്നും ആരും ചോദിക്കേണ്ട, സെക്കൻഡ് ടീനേജ് ആണ്. അപ്പോൾ സെക്കൻഡ് ടീനേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടീനേജറെ പോലെ തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു 20 to 30-35 വയസ്സ് വരെയൊക്കെ ഭയങ്കര സ്ട്രഗ്ലിങ് ലൈഫായിരിക്കും. മാരേജ് ആവുക, പിന്നെ കുട്ടികൾ, പിന്നെ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, എപ്പോഴും ഒരു ബിസി ലൈഫായിരിക്കും, ടെൻഷൻ നടന്നതായിരിക്കും. പക്ഷേ പിന്നെ അങ്ങോട്ട് നമുക്ക് കുറച്ചൊരു എൻജോയ് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ ശരിക്കും ഒരു സെക്കൻഡ് ടീനേജ് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ഷവർമ ഉണ്ടാക്കി കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഷവർമയും കൂടി ഉണ്ടാക്കി. അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു.